ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പേപ്പർ ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസിയായി നമുക്ക് പേപ്പർ കൊണ്ട് എങ്ങനെ ഫ്ലവർ ഉണ്ടാക്കാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിന് ഞാൻ കുറച്ച് A4 ഷീറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അത് പീസായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് ഈ പാത്രത്തിൻ്റെ മൂടി കൊണ്ട് നമുക്ക് വട്ടം വരയ്ക്കണം. അങ്ങനെയാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വട്ടം വരച്ചെടുക്കാം. അതിന് ശേഷം അത് വെട്ടണം. അപ്പോൾ ആദ്യം നമുക്ക് വട്ടം വരയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ പാത്രം എടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ആ പേപ്പറിൻ്റെ സെൻറ്ററിലായി വെക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യാം. ലൈറ്റായിട്ട് മാർക്ക് ചെയ്താൽ മതി. നമുക്കത് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് വരച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് വെട്ടാം. ശ്രദ്ധിച്ച് വേണം വെട്ടാൻ. കറക്റ്റ് വട്ടത്തിൻ്റെ ഷേപ്പ് തന്നെ വേണം. ഓക്കെ, നമുക്ക് വെട്ടി തുടങ്ങാം. കറക്റ്റ് ആ വരച്ച രീതിയിൽ നമ്മളിങ്ങനെ വട്ടം വെട്ടിയെടുക്കുന്നുണ്ട്. ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. വൈറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ വട്ടം വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കി എല്ലാ പേപ്പേഴ്സും നമുക്ക് വട്ടത്തിൽ വെട്ടിയെടുക്കണം. ഓക്കെ വെട്ടിയെടുത്തു. ഇനി നമുക്ക് ബാക്കി സ്റ്റെപ്സിലേക്ക് പോകാം. ആദ്യം ഞാനൊരു പേസ്റ്റ് എടുത്തു. അത് സെൻറ്റർ മടക്കി നല്ല ടൈറ്റായി മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒന്നുകൂടി മടക്കി കൊടുക്കുക. അത് നല്ല ടൈറ്റായി മടക്കി. ഓക്കെ, ഇനി നമുക്ക് ഇത് വെട്ടണം. എങ്ങനെയാണ് വെട്ടേണ്ടത് ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെ ഈ ടൈപ്പിലാണ് വെട്ടേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ച് വെട്ടണം. മുഴുവൻ ഭാഗം വെട്ടി വരരുത്. ജസ്റ്റ് കുറച്ച് ഭാഗം നമ്മളിങ്ങനെ വെട്ടി നിർത്തുക. ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ വെട്ടിയെടുക്കുക. നല്ല സെറ്റായി വെട്ടിയെടുക്കണം. ഓക്കെ, ഇപ്പോൾ വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ വെട്ടി ഭാഗത്തും ജസ്റ്റ് വെട്ടി കൊടുക്കുക. സൈഡ് ഇങ്ങനെ ഈ ടൈപ്പിൽ തന്നെ വെട്ടി കൊടുക്കണം. അങ്ങനെ വെട്ടി കൊടുക്കുക. എല്ലാ ഇതളും വെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ വെട്ടി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചെരിച്ചാണ് വെട്ടേണ്ടത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഒരു സൈഡ് വെട്ടി കൊടുത്തു. ഇനി നമുക്ക് തിരിച്ച് പിടിക്കാം. ആ വെട്ടിയ ഭാഗം തിരിച്ച് പിടിച്ചാൽ എന്തായാലും ഷേപ്പ്. അപ്പോൾ അതുപോലെ നമ്മൾ പിന്നെ വെട്ടി കൊടുക്കുക. ഇപ്പോൾ ജസ്റ്റ് ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പിൽ അത് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ ഇതളും നമ്മൾ വെട്ടിയെടുക്കുക. നിങ്ങൾക്ക് ഈ വെട്ടുന്നത് എങ്ങനെയെന്ന് മനസ്സിലായി വിചാരിക്കുന്നു. ശ്രദ്ധിച്ച് വെട്ടണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ മുഴുവൻ വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് ജസ്റ്റ് അവിടെ ഷേപ്പായിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ ഈ സൈഡിലും നമുക്ക് വെട്ടണം. ഓക്കെ, ഒന്ന് വെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡ് അതുപോലെ ഉണ്ട്. അത് നമ്മൾ വെട്ടി കൊടുത്തു. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു സൈഡ് നമ്മൾ വെട്ടി വരണം. സെൻറ്ററിലേക്ക് വെട്ടി കൊടുക്കുക. അവിടെ വെച്ച് നിർത്തണം. നമുക്കിതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാനുള്ളത് കൊണ്ടാണ് അവിടെ വെട്ടിയത്. ഒരു കുഴി പോലെ നമ്മളത് വെട്ടിയെടുക്കുന്നുണ്ട്. ഒട്ടിച്ചെടുക്കും. നമുക്ക് പശ തേച്ച് അവിടെ ഒട്ടിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. സിമ്പിളായിട്ട് നമ്മളത് വെട്ടി, എന്നിട്ട് ആ വെട്ടിയ ഭാഗം ഒന്ന് ചുരുട്ടി ഉള്ളിലേക്ക് മടക്കി ഒട്ടിച്ച് കൊടുക്കുക ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ അതാ ഒരു കോൺ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് കത്രിക കൊണ്ട് അതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇതളിങ്ങനെ വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കത്രിക കൊണ്ട് വലിച്ചു കൊടുക്കുന്നത്. നല്ല രീതിയിൽ തന്നെ വലിച്ചു കൊടുക്കുക. അത് കയറി പോവാതെ നോക്കണം. പേപ്പർ ആയതുകൊണ്ട് കയറി പോയപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ വലിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു ഫ്ലവറിൻ്റെ ലുക്ക്. അതിന് നമുക്ക് ബാക്കിയൊക്കെ ചെയ്ത് എടുക്കാം.
ഇതുപോലെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ഇപ്പം ഫ്ലവർ മുഴുവനായിട്ടില്ല, നമുക്ക് ജസ്റ്റ് ഒരു പരിപാടി കൂടി ഉണ്ട്. നമ്മളൊരു മാർക്കർ വെച്ച് അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏത് കളർ മാർക്കർ വേണമെങ്കിലും ഉപയോഗിക്കാം, കളർ സ്കെച്ച് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ റെഡ് മാർക്കറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ നല്ല കട്ടിയിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഇങ്ങനെ വരച്ച് കൊടുത്താൽ ഉണ്ടാവുക. നമുക്ക് ഏത് കളർ ഉപയോഗിച്ച് വരക്കാം. ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് ഈ ഫ്ലവേഴ്സ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. ഇതാണ് നമ്മുടെ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വെറൈറ്റി ആൻഡ് സിമ്പിൾ വീഡിയോ ഉണ്ടാവും. അപ്പോൾ അതുവരേക്കും ബൈ.